ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മെയ് 1 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പാട്രിയറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, ഇന്ദ്രൻസ് എന്നിങ്ങനെ വമ്പൻ താരതരമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് പൊതുവെ മിക്സഡ് അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് 8,50,00,000 രൂപയായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3,20,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ കളക്ഷനായി ആദ്യ ദിവസം 11,70,00,000 സ്വന്തമാക്കിയ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 28 കോടി റേഞ്ചിലാണ്. 30-35 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ട്രാക്കേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് 28 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. അതേസമയം രണ്ടാം ദിവസം എന്ന ശനിയാഴ്ചയിലെ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 5-5.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 14 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 14.5-15 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 42-44 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. വിഘ്നേഷ് രാജ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 30 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തിയ തമിഴ് സിനിമയാണ് കാര. ധനുഷ്, മമിത ബൈജു, KS രവികുമാർ, കരുണാസ്, ജയറാം, സുരാജ് ബഞ്ഞാറമൂട്, ശ്രീജ രവി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ 2 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 10,89,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 2 ദിവസം കൊണ്ട് 1,38,00,000 രൂപയും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 2,95,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. കേരളത്തിൽ 2 ദിവസം കൊണ്ട് 29 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 14 ലക്ഷം ഉൾപ്പെടെ 15,65,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $5,16,000 അതായത് $4,90,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 2 ദിവസം കൊണ്ട് 20,55,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. മൂന്നാം ദിവസം എന്ന ശനിയാഴ്ച തമിഴ്നാട്ടിൽ 6 കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് 16 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. 3 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 32 കോടി റേഞ്ചിലാണ്. ഏപ്രിൽ 2 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. മെയ് 8 ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 30 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ 127,35,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 31 ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 50 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 127,85,00,000 റേഞ്ചിലാണ് ഈ സിനിമ 31 ദിവസം കൊണ്ട് കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളിലൊന്നും അപ്ഡേറ്റ് വന്നിട്ടില്ല. എങ്കിലും 233.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത ഭരതനാട്യം 2 മോഹിനിയാട്ടം തിയേറ്ററിലെത്തിയിട്ട് 23 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രം ഇന്നലെ വരെയുള്ള 22 ദിവസം കൊണ്ട് കേരളത്തിൽ 25,19,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 65 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ 23 ദിവസം കൊണ്ട് 26,80,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 43 കോടി റേഞ്ചിലാണ്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിലെത്തി മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. അക്ഷയ് കുമാർ, പരേഷ് റാവൽ, ടബു, വാമിക ഗബ്ബി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ കേരളത്തിൽ 15 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 30 ലക്ഷം രൂപ മാത്രമാണ്. അതേസമയം കർണാടകയിൽ 9,78,00,000 രൂപയും തെലങ്കാനയിൽ 4,57,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 1,49,00,000 രൂപയും ആന്ധ്രാപ്രദേശിൽ 50 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമയുടെ 15 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ 163,77,00,000 രൂപയാണ്. വിദേശത്തും ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ഏകദേശം $5.64 മില്യൺ, അതായത് ഇന്ത്യൻ കറൻസിയിൽ 53,61,00,000 രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി 15 ദിവസം കൊണ്ട് 217,38,00,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. മാർച്ച് 19 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ 2. ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 44 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 19,44,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 1,359,83,00,000 രൂപയും വിദേശത്ത് നിന്ന് 425,40,00,000 രൂപയുമാണ്. അങ്ങനെ ലോകമെമ്പാടുമായി 44 ദിവസം കൊണ്ട് 1,785,23,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.